വരൂ നമുക്ക് മോന്തിക്കുന്ന് വെള്ളച്ചാട്ടം കാണാം. കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ മാതമംഗലത്തിനും ഏര്യത്തിനും ഇടയിൽ പറവൂർ ക്ഷീരസംഘം ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി റോഡിന് മുകളിലേക്കുള്ള കുത്തനെയുള്ള റോഡിലേക്ക് 2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടാർ റോഡിന് അരികിലായിട്ട് മോന്തിക്കുന്ന് വെള്ളച്ചാട്ടം എന്നൊരു ചെറിയ ബോർഡ് കാണാം. അവിടെ നമ്മുടെ വാഹനം നിർത്തിയിട്ട് നമുക്ക് പിന്നീട് കാൽനടയായിട്ട് നടക്കണം. പോകുന്ന വഴിയരികിലൊക്കെ ഇതുപോലുള്ള കാഴ്ചകൾ കാണാം. വാഹനങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കില്ല. കാടാണ്, മുൾക്കാടുകളാണ്, വള്ളിപ്പടർപ്പുകളാണ്. നടന്ന് തന്നെ വേണം പോകാൻ. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടന്ന് നമ്മളിവിടെ എത്തുമ്പോൾ വലതുവശത്തേക്കൊരു ചെറിയ വഴി പോകുന്നുണ്ട്. അവിടെയും നമുക്ക് വേറെ വെള്ളച്ചാട്ടം കാണാനുണ്ട്. നമ്മൾ നേരെ കുത്തനെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു തോടാണ്. തോട്ടിലൂടെ മുകളിലെ വെള്ളച്ചാട്ടത്തിനുള്ള വെള്ളം ഒഴുകുന്നുണ്ട്. ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. മനോഹരമായ ഒരു അരുവിയാണ്. മഴക്കാലത്ത് വെള്ളിച്ചില്ലും വിതറി ഇങ്ങനെ ഒഴുകുകയാണ്. നമ്മൾ വീണ്ടും നടക്കുകയാണ് മുന്നോട്ട്. ചുറ്റും കാടാണ്, വലിയ കാടാണ്. ജനവാസമുള്ള പ്രദേശമല്ല. ഫോറസ്റ്റ് എന്ന് പറയാം, പക്ഷേ അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോറസ്റ്റ് അല്ല. ഇതൊരു വലിയ കരിങ്കൽ ക്വാറിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പ്രവർത്തനം അവസാനിപ്പിച്ചതാണ്. കാട് മൂടിക്കിടക്കുന്നൊരു പ്രദേശമാണ്. ജനവാസമില്ല. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ജനവാസമില്ലാത്തൊരു പ്രദേശമാണ്. അത്യന്തം ഏകാന്തമായൊരു സ്ഥലമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മൂടിക്കെട്ടിയ ആകാശം, അന്തരീക്ഷവും ചുറ്റുപാടുമൊക്കെ ഒരു ഭീകരത അനുഭവപ്പെടുന്നു. മുന്നോട്ട് നടന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ്. ദൂരെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച കാണാം. വെള്ളം ശക്തമായിട്ട് ഒഴുകിയൊരു തോടായി മാറിയിട്ടുണ്ട്. ഈ തോട് കടന്ന് അപ്പുറം പോവാം. എന്നാൽ ഞാൻ വലതുവശത്തുകൂടെ തന്നെ മുന്നോട്ട് നടക്കുകയാണ്. ശക്തമായ വെള്ളച്ചാട്ടമാണ്. തലേന്നൊക്കെ കഴിഞ്ഞ ദിവസം മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നീരൊഴുക്കുണ്ട്. കുത്തനെ 100-200 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ശക്തമായ വെള്ളച്ചാട്ടം തന്നെയാണ്. നല്ല ശക്തിയുണ്ടാവും അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം പോയിട്ടുണ്ട്. അന്യമായൊരു കാഴ്ച. കാടിന് നടുക്കുള്ള ഒരു വന്യ സൗന്ദര്യം. വെള്ളച്ചാട്ടത്തിൻ്റെ ഹൃദ്യമായ കാഴ്ച, വന്യമായ കാഴ്ച. കുറച്ചുകൂടി അത് ക്ലോസപ്പിലേക്ക് കാണാം. അങ്ങനെ മഴയുള്ള സമയമാണ്. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ മുടയും പിടിച്ചുള്ള ഒരു അഭ്യാസമാണ്. കഴിക്കുന്ന സ്ഥലമാണ്. പാറയിലൊക്കെ ചവിട്ടുമ്പോൾ വളരെ പ്രവേശിച്ചാണ് അവിടെ നിന്ന് വീഡിയോ കൊടുത്തത്. വെള്ളത്തിൻ്റെ ഒഴുക്കലും മഴയും ഏകാന്തതയും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വന്യമായ ശബ്ദവും എല്ലാം കൂടി അല്ലാതൊരു അനുഭവം തന്നെയാണ് അവിടെ എനിക്കുണ്ടായത്. ഞാൻ വെള്ളത്തിൽ കുളിക്കാനൊന്നും ഞാൻ നിന്നില്ല. വെള്ളത്തിൻ്റെ ആഴം അറിയില്ല, ഒഴുക്കറിയില്ല, ആൾക്കാരടുത്തില്ല. ഈ സ്ഥലത്ത് വെള്ളത്തിലിറങ്ങുന്നത് വളരെ സൂക്ഷിച്ച് വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇറങ്ങിയില്ല. നമുക്ക് അടുത്ത വീഡിയോ അപ്പുറത്ത് കാണാം.